സമർപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്ന് ഗായിക സംഘം ഒരു പാട്ട് പാടുകയും അതിനുശേഷം കർത്താവിൽ പ്രിയ കാനവച്ച് ദൈവത്തിന് ശുശ്രൂഷിക്കും. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ജോജിയുടെയും ജോസിൻ്റെയും വിശുദ്ധ വിവാഹം സാക്ഷാത്കരിക്കുന്ന ഈ നല്ല പകൽക്കാലം ഈ ആത്മീയവേദിയിൽ ആയിരിക്കുന്ന എല്ലാവർക്കും വിശേഷിച്ച ബഹുമാന്യനായ ജോസഫ് സാർ, അതുപോലെ എനിക്ക് പ്രിയരായ കർത്തൃദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, പൈതങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും വിശേഷിച്ച ഇന്നത്തെ ഈ സമൂഹത്തിൽ മുഖ്യ ഘടകങ്ങളായിരിക്കുന്ന നിയുക്ത ദമ്പതികൾക്കും തൻ്റെ കാന്തയാം സഭയെ വെളിയഴിക്കുവാൻ വേഗം വരുന്ന കർത്താവായ യേശുവിൻ്റെ വന്ധ്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സാമാന്യം ദീർഘമായൊരു യാത്ര ചെയ്ത ഇവിടെ വന്നിട്ട് ഉടനെ പ്ലാറ്റ്ഫോറത്തിൽ നിൽക്കാനുള്ള ഒരു അപൂർവ പദവിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ പരിമിതമായ വാക്കുകൾ പറയുന്ന മുമ്പ് ഈ വിവാഹത്തോട് ബന്ധിച്ച കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരികയായിരുന്നു. ഇന്ന് വിവാഹിതരാകുന്ന കുഞ്ഞുങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ എനിക്ക് ബന്ധപ്പെട്ടവരും വളരെ പ്രിയരുമാണ്. പ്രത്യേകിച്ച് പ്രിയ ബാബുസാറിൻ്റെയും രാജമ്മയുടെയും ബന്ധം ഞങ്ങൾക്ക് വളരെ മധുരമാണ്. പുതുപ്പള്ളി ദൈവസഭയിൽ ഞങ്ങൾക്ക് വളരെ പ്രിയമുള്ള ഒരു സഹോദരിയായിരുന്നു എന്ന് കർത്തൃസന്നിധിയിലായിരിക്കുന്ന പ്രിയ രാജമ്മ.
കർത്താവിൽ വളരെ പ്രസിദ്ധനും കർത്താവിന് വേണ്ടി വളരെ അധ്വാനിക്കുന്നവനും തൻ്റെ ജീവിതത്താലും ശുശ്രൂഷയാലും നല്ല സാക്ഷ്യം ഇതിനോടകം നേടിക്കഴിഞ്ഞവനുമായ പാസ്റ്റർ എം.എ. ജോൺ, ഞങ്ങൾ അദ്ദേഹത്തെ ബാബു സാർ എന്നാണ് വിളിക്കുന്നത്. ആ ബന്ധം ഒരിക്കലും ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല. അതുപോലെ പ്രിയ പോൾ സാറിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ വിളിച്ച് പരിചയമുണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിലെ ഒരു അവയവത്തെ എടുത്തിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ അത്രയ്ക്ക് അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നി. ഞാൻ ദൈവിക വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ച അതിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാച്ചൻ ഉപദേശി എന്ന് പറയുന്ന ഒരു അത്ഭുത മനുഷ്യനെ പരിചയപ്പെടുവാനും അതിൻ്റെ പിന്തലമുറയായി പോൾ സാറിനെയും പ്രിയപ്പെട്ടവരൊക്കെ ബന്ധപ്പെടുവാനും ഇടയായത് ഇന്നും മാധുര്യം കുറയാത്ത ഒരു അനുഭവമാണ്. ചില ആളുകളെ പരിചയിക്കും തോറും അവരെക്കുറിച്ച് അവജ്ഞ ഉണ്ടാകാറുണ്ട്. ഇതങ്ങനെയല്ല, ബന്ധപ്പെടുന്തോറും അതേ സന്തോഷവും സ്നേഹവും വർദ്ധിക്കുന്ന ഒരനുഭവമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ അവരിൽ ആര് ക്ഷണിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് എനിക്ക് ഇപ്പോഴും നിശ്ചയമില്ല. ദൈവത്തിന് സ്തോത്രം. അതിൽ ഞാൻ ആദ്യമായിട്ട് വളരെ സന്തോഷിക്കുന്നു. എനിക്ക് മുമ്പേ പ്രിയ ജോസഫ് സാറും മറ്റു പലരും സംസാരിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതെന്താണെന്നും അതെങ്ങനെ ആര് ആ ആശയം രൂപപ്പെടുത്തിയെന്നും അതിൻ്റെ ആത്യന്തിക പരിണാമം അല്ലെങ്കിൽ അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളാരും അനുമാനിച്ചൊന്നും പറയേണ്ട കാര്യങ്ങളല്ല. അത് ആധികാരികമായി ദൈവത്തിൻ്റെ വചനം പറയുന്ന സത്യങ്ങളാണ്. സാധാരണ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, വിവാഹ ശുശ്രൂഷയിലെല്ലാം കേൾക്കുന്ന ഒരു പ്രസ്താവനയാണ് വിവാഹം എല്ലാവർക്കും മാന്യമെന്ന്. ഞാനതിനെ അല്പം തിരുത്തി പറയാറുണ്ട്. വിവാഹം എല്ലാവർക്കും മാന്യമല്ല, മാന്യന്മാർക്ക് മാത്രം മാന്യമാണ്. വിവാഹം എന്നുള്ള വാക്കിൻ്റെ ധാത്വാർത്ഥത്തിലേക്കൊന്നും ഞാനിന്ന് ഈ പൽക്കാലങ്ങളിൽ കൊണ്ടുപോകുന്നില്ല. കാരണം ഇതൊരു ഗ്രാമർ ക്ലാസ് അല്ല. ഇന്നത് വളരെ വികലമായി, മൃഗീയമായി, മൃഗങ്ങൾ പോലും കേട്ടാൽ ഉൾക്കൊള്ളാൻ അവർക്ക് പ്രയാസം വരുന്ന രീതിയിൽ അത്രയ്ക്ക് ബീഭത്സമായി പൈശാചികമായി ഈ ആശയത്തെ നമ്മുടെ തലമുറ വഷളാക്കി കളഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ വിവാഹം പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഉദിച്ചത് അത് പരിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ ബാന്ധവത്തിൽ, അതായത് മണവാളനും മണവാട്ടിയും ചേർന്നുള്ള ആ ബന്ധത്തിൽ സമാപിക്കുന്നതുമായ ഒരു ആശയമായതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ഗൗരവത്തെക്കുറിച്ചോ ഒന്നും സംശയിക്കേണ്ട കാര്യം ഉണ്ടാകുന്നില്ല. നമ്മൾ വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ദൈവം അത് ചെയ്ത ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നത് ആദമിനെയും ഹവ്വയെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് അവരെ യുണൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. അവരെ രണ്ടാക്കി കണ്ണുകളുടെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, രണ്ടായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ രണ്ടല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ, അത് ശാരീരിക ബന്ധത്തെ അല്ല കുറിക്കുന്നത്, അത് ആത്മീയ ബന്ധത്തെയാണ് കുറിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേദപുസ്തകത്തിൽ കൂടി ഒരു പ്രയാണം മുന്നോട്ട് നടത്തുമ്പോൾ പുതിയ നിയമത്തിൻ്റെ പ്രവേശന കവാടത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു കല്യാണ വീട്, അവിടെ പലരും ക്ഷണിക്കപ്പെട്ടവരുണ്ട്. യേശുവിനെ പ്രസവിച്ച വിശുദ്ധ മറിയയും ഒക്കെ ഉണ്ട്. എന്നാൽ യേശുവിനെ ക്ഷണിച്ചിരുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. അത് ഭാഗ്യമായി. യേശു അവിടെ ഒരു അതിഥിയെപ്പോലെ ആണ് കാണപ്പെടുന്നതെങ്കിലും അവരുടെ ഏറ്റവും വലിയ നിസ്സഹായ വേളയിൽ അവരെ സഹായിച്ച് ആ കല്യാണ വീടിനെ കല്യാണ വീടായി തന്നെ നിലനിർത്തി അവരുടെ മാനം കാത്തതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, യേശു ആ കല്യാണ വീട്ടിൽ ചെല്ലില്ലായിരുന്നെങ്കിൽ അതൊരു കലാപഭവനമായിട്ട് തീരുമാനിക്കുന്നു. കാരണം എല്ലാവരെയും വിളിച്ചു വരുത്തിയേച്ച് ആഹാരമില്ലെന്ന് പറഞ്ഞാൽ അവിടെ കത്തിക്കുത്തല്ലേ ഉണ്ടാകാൻ സാധ്യത.
അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗത്ത് വിവാഹം നിശ്ചയിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്ത് സുവിശേഷത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വിശിഷ്ട അതിഥിയായി അല്ലെങ്കിൽ ഒരു ബന്ധുവായി നമുക്ക് കർത്താവിനെ ഇവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ വേദപുസ്തകം അവസാനിക്കുന്ന ഭാഗത്ത് വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാട്ടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയോടുകൂടി നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ വിവാഹമാണ്. ഈ ആഴിഭൂവാനങ്ങൾക്കെല്ലാം സന്തോഷിക്കുവാനുള്ള ഒരു ഉത്സവ വിഷയമായിട്ടാണ് കുഞ്ഞാട്ടിൻ്റെ കല്യാണം അവിടെ പ്രകീർത്തിക്കപ്പെടുന്നത്. നിങ്ങൾ ചിലർക്ക് ഒരുപക്ഷെ എന്നെ പരിചയമില്ലായിരിക്കാം, ക്ഷമിക്കുക. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു വൈദികനായിരുന്നു. വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം എന്നെ പുറത്ത് വിട്ടതല്ല, ഞാൻ പുറത്ത് പോയതാണ്. അവിടെ ഒത്തിരി ബന്ധങ്ങളും ഓർമ്മകളും എനിക്കുണ്ട്. അതിലൊന്ന്, ഞാൻ ശുശ്രൂഷിച്ച ആ സമൂഹത്തിൽ വിവാഹം എന്തോ പതിത്വമുള്ള ഒരു കാര്യമായിട്ട് ചിന്തിക്കപ്പെടുന്നുണ്ട്. അതായത് അതിൻ്റെ ഉയർന്ന പദവിയിലിരിക്കുന്ന നടത്തിപ്പുകാരെ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നൊരാശയമുണ്ട്. ചരിത്രപരമായിട്ട് അതിനെയൊക്കെ വിലയിരുത്താൻ എനിക്കറിയാം. എന്നാൽ ഞാൻ അതേക്കുറിച്ചും പറയുന്നത് വിവാഹം ഹീനമായതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നുള്ളൊരാശയം ഒരിക്കലും എടുക്കരുത്. ഒരു ഭാര്യയെ കൂടെ സംരക്ഷിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനകത്ത് സത്യം. വിവാഹം ഹീനമല്ല എന്ന് മാത്രമല്ല, അത് ശ്രേഷ്ഠമാണ് എന്നുള്ളതിന് ഞാൻ വയ്ക്കുന്ന ന്യായങ്ങൾ: ഒന്ന്, വിവാഹം എന്നുള്ള ആശയം ദൈവഹിതത്തിൽ നിന്ന് ഉരുവായി. രണ്ടാമത്, വിവാഹം ഹീനമായിരുന്നെങ്കിൽ യേശു ഒരിക്കലും ഒരു വിവാഹഭവനത്തിൽ പോകുകയില്ലായിരുന്നു. അങ്ങനെയുള്ള ഹീനമായ കാര്യങ്ങളൊന്നും ഞാൻ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞ് യേശു അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു. നമ്പർ 2. ഇനി നമ്പർ 3, ഇനി ലോകത്തിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം ഞാൻ സൂചിപ്പിച്ചല്ലോ, കർത്താവിൻ്റെ വിവാഹമാണ്. അതായത് ദൈവം തന്നെ വിവാഹം കഴിക്കാൻ ഒരു മണവാളനായി തീരുവാൻ പോകുന്നു എന്നുള്ളത് വിവാഹത്തിൻ്റെ മാന്യതയും അതിൻ്റെ ദിവ്യത്വത്തെയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഈ വിവാഹത്തെ വിലയിരുത്തുക. ഈ കൂട്ടത്തിൽ നിങ്ങൾക്കൊരു പരിതം പോലെ തോന്നിയാലും ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ലോകത്തിൽ, ഈ ചരിത്ര ലോകത്തിൽ മാത്രമേ നമ്മുടെയൊക്കെ വിവാഹത്തിന് പ്രസക്തിയുള്ളൂ. ഒരു ആത്മലോകത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കുടുംബം അവിടെ വേണമെന്ന് നമ്മളാരും ശഠിക്കരുത്. അതുകൊണ്ടാണല്ലോ കർത്താവ് ചിലരോട് സംസാരിക്കുമ്പോൾ, സാധുത്യരുമായി സംസാരിക്കുമ്പോൾ, മാറി മാറി വിവാഹം കഴിക്കപ്പെട്ട ഒരു സ്ത്രീ ഒടുവിൽ ആരുടെ ഭാര്യയായി തീരുമെന്ന് ചോദിക്കുമ്പോൾ പുനരുത്ഥാന ലോകത്തിൽ വിവാഹമില്ല, വിവാഹം കഴിക്കുന്നില്ല, ദൂതർക്ക് തുല്യമായിരിക്കുന്നു എന്ന് യേശു മറുപടി പറഞ്ഞൊക്കെ ഇതിനെ ശരിവെക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബജീവിതത്തിന്, വിവാഹ ജീവിതത്തിന് ആപേക്ഷികമായ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. നിത്യമായ ഒരു പ്രാധാന്യം നമ്മളെ സംബന്ധിച്ചില്ല. നമ്മുടെ എല്ലാവരുടെയും വിവാഹം കൾമിനേറ്റ് ചെയ്യുന്നത്, ക്ലൈമാക്സ് ചെയ്യുന്നത് നമ്മൾ കാന്തയാം സഭയിലായി തീരുമ്പോഴാണ്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഒരു അത്ഭുത വിഷയമായിട്ട് തോന്നിയേക്കാൻ ക്ഷമിക്കണം. ഇന്നത്തെ വിവാഹം ആശീർവദിക്കുന്ന കർത്താവിൻ്റെ ദാസനും ആശംസകൾ പ്രസംഗിക്കുന്ന ഞങ്ങളും അനുമോദിക്കുന്ന നിങ്ങളും ഇതിൽ സംബന്ധിക്കുന്ന നമ്മളെല്ലാവരും നേരെ ജോലി ജീവിക്കുകയാണെങ്കിൽ മണവാട്ടിയുടെ പദവിയിലായിട്ട് പുരുഷന്മാരുൾപ്പെടെ യേശുവിനെ പ്രസവിച്ച വിശുദ്ധ മറിയ പോലും ദൈവസഭയുടെ ഒരു അംഗമായിട്ട്. ഞാനൊരു പരിഹാസം പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. ഞാൻ റോമൻ കാത്തലിക് തിയോളജി ഞാൻ അല്പം പഠിച്ച ആളാണ്. റോമൻ കാത്തലിക് തിയോളജി അനുസരിച്ച് മേരിയോളജി അവർ വിവക്ഷിക്കുന്ന ഇങ്ങനെയാണ്: സ്വർഗത്തിൽ സഭ യേശു കർത്താവിൻ്റെ മണവാട്ടി, വിശുദ്ധ മറിയ സഭയുടെ മദറിലോ, അതായത് മണവാട്ടിയുടെ അമ്മായിയമ്മയായിരിക്കും വിശുദ്ധ മറിയ.
അങ്ങനെയാണ് റോമൻ കാത്തലിക് തിയോളജി. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിവുള്ളവർ പിന്നെ തിരുത്തുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ആ തിയോളജി തെറ്റാണ്. നിത്യതയിൽ ഒരു മദർ ലോ ഉണ്ടായിരിക്കുകയില്ല. യേശുവിനെ പ്രസവിച്ച വിശുദ്ധ മറിയ പോലും മർക്കോസിന്റെ മാളികയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒടുവിൽ അവൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവൾ ദൈവസഭയുടെ അംഗമായി തീർന്നെന്ന് നമ്മൾ അറിയുമ്പോൾ അവളും സഭയാകുന്ന മണവാട്ടിയുടെ ഒരു അംഗമായി തീരും. ഞാനും നിങ്ങളും ഇന്ന് വിവാഹിതരാകുന്ന കുഞ്ഞുങ്ങളും എല്ലാവരും നിത്യതയിൽ ദൈവസഭയുടെ അംഗങ്ങളായി അതെത്തീരുക എന്നുള്ള ആ ലക്ഷ്യമായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുക. ഞാൻ അല്പവാക്കൾ കൂടെ പറയട്ടെ. ചിലർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വന്ന് പങ്കെടുത്തതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ഒത്തിരി പ്രതികരണങ്ങളായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പള്ളിയിലൊക്കെ കല്യാണ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ അമ്മച്ചിമാരൊക്കെ പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഭാഷയാണല്ലോ, ഈ ആ പെണ്ണിൻ്റെ സാരിയുടെ കശം, അങ്ങനെ വസ്ത്രത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ആളുണ്ട്. വേറെ പറയുന്നേക്കാം അച്ഛൻ്റെ ചൊല്ല്, വേറെ ചിലർ സദ്യയെക്കുറിച്ച് പറയും. മിക്കവാറും നന്നായിരുന്നെന്ന് പറയാറില്ല. ഞാൻ പറയുന്നത് ഇതെല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് നന്നായിരിക്കട്ടെ. വധുവരന്മാരുടെ വേഷം നന്നായിരിക്കട്ടെ. ശുശ്രൂഷ ആക്ഷേപിക്കപ്പെടാത്ത രീതിയിൽ അത് ഭംഗിയായി നടക്കട്ടെ. വിവാഹ സദ്യ അതും ഒരു കുറവുമില്ലാത്ത രീതിയിൽ കാനാവിലെ കല്യാണ വിരുന്ന് പോലെ തന്നെ നന്നായിരിക്കട്ടെ. എന്നാൽ ഇതിനെല്ലാം ആപേക്ഷികമായ പ്രാധാന്യമേ ഉള്ളൂ. അബ്സല്യൂട്ടായിട്ട് ആത്യന്തികമായ പ്രാധാന്യം എന്ന് പറയുന്നത് വിവാഹ ജീവിതം. ഇന്ന് ബാന്ധവത്തിൽ പ്രവേശിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അടിവരയിട്ട് സ്വീകരിക്കേണ്ട ഒരു വിഷയം നിങ്ങളുടെ വിവാഹ ജീവിതം. ഒന്നുകിൽ ഒരു വ്യക്തിയുടെ ഉൾപ്രാപണം, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്കുള്ള മാറ്റം, അല്ലെങ്കിൽ കർത്താവിൻ്റെ മടങ്ങി വരവിൽ കർത്താവ് നമ്മെ മൊത്തത്തിൽ സ്വീകരിക്കുന്ന സംഭവം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് വരെ നിങ്ങളെ കർത്താവ് കൂട്ടിച്ചേർത്തെങ്കിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയും അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും നിങ്ങൾ ഒരു യുണൈറ്റഡ് എഫർട്ട്, നിങ്ങൾ യോജിച്ച് ഒരു മഹത്തായ ശുശ്രൂഷ ഇന്ന് ചെയ്തെടുക്കുകയാണ്. അത് നിലനിർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ ഉത്സുകരായിരിക്കണം. ഭൗമികമായിട്ട് വസ്ത്രത്തിലോ ഭക്ഷണത്തിലോ സാഹചര്യങ്ങളിലോ ഉപാധികളിലോ ഒക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായെന്ന് വരാം. അതിലൊന്നും നമ്മൾ വറീഡാകാതെ എല്ലാറ്റിൻ്റെയും പൂർണ്ണതയാകുന്ന ദൈവസ്നേഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുകയും നിങ്ങളുടെ ബന്ധത്തെ സ്വർഗീയമാക്കുകയും ചെയ്യണം. ഈ ലോകമാകുന്ന നരകത്തിൽ ഒരു സ്വർഗത്തിൻ്റെ യൂണിറ്റ് തുറക്കുന്ന അനുഭവമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. അതിനെ മറിച്ചൊന്നാക്കുവാൻ ഒരിക്കലും നിങ്ങൾ ആരെയും അനുവദിക്കരുത്. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഭൗമികമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പിന്നോക്കം പോകരുത്. നമ്മൾ പൂർവ്വപിതാക്കന്മാരെ നോക്കുമ്പോൾ അബ്രഹാം എപ്പോഴും ദൈവത്തിന് മുൻഗണന കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് പോലും 2ാം സ്ഥാനം മാത്രമേ താൻ കൊടുത്തുള്ളൂ. അപ്പോഴും താൻ 2ാം സ്ഥാനമേ കൊടുത്തുള്ളൂ. അതുകൊണ്ടല്ലേ ദൈവം പറഞ്ഞുടനെ താൻ ഒരു മണ്ണെ പോലെ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മറ്റാരെക്കാളും ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായി. അബ്രഹാമിനൊരു മകൻ ജനിച്ചു, ഇസഹാക്ക്. അവൻ്റെ കല്യാണം ഉറപ്പിച്ച് അന്ന് മധ്യസ്ഥനായിരുന്ന എലിയാസർ ഒട്ടക സംഘങ്ങളുമായിട്ട് വധുവിനെ മണവാളന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലേ, അയാൾ പ്രാർത്ഥനയോതിന് പോയിരിക്കുക. അങ്ങനെ ബൈബിളിലില്ല, അതെൻ്റെ കൂട്ടിച്ചേർക്കലാണ്. അയാൾ വെളിമ്പറമ്പിൽ ധ്യാനിക്കുവാൻ പോയിരുന്നു. നോക്കണേ, ചിലരാണെങ്കിൽ ആ ദിവസങ്ങളിൽ എങ്ങും പ്രാർത്ഥിക്കും. എന്നാൽ തൻ്റെ വിവാഹത്തെക്കുറിച്ചും മറ്റേത് കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നതിലുപരിയായി ദൈവത്തോട് തൻ്റെ സംസർഗം കാത്തു സൂക്ഷിക്കുന്നതിൽ താനും വളരെ ശ്രദ്ധാലുവായി തീർന്നു. ശലോമോൻ രാജാവിനെ കുറിച്ച് ഒരു വാക്കോടെ ഞാൻ പറഞ്ഞ് നിർത്തുന്നത് നിങ്ങൾ ക്ഷമിക്കണം. ശലോമോൻ രാജാവ് ഒരു ജ്ഞാനിയായിരുന്നെങ്കിലും, അതെൻ്റെ ഭാഷയാണ്, ദൈവം ക്ഷമിക്കട്ടെ, അദ്ദേഹം ഒരു വൈസ്മാൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന ഹി വാസ് എ വൈസ് ഫോൾ. ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പിയുടെ സയൻസ് വരെ അറിയാവുന്ന ആളായിരുന്നെങ്കിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ തനിക്ക് ഭാഗ്യമുണ്ടായില്ല.
ശലോമോനെ കുറിച്ച് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ശലോമോന്റെ ഭാര്യമാരെ എല്ലാവരുടെ കൂട്ടിയാൽ ഒരു മിനി കൺവെൻഷൻ്റെ ആൾ. അട്ടർലി പരാജയപ്പെട്ടു. ഒരു മനുഷ്യൻ ഏതെല്ലാം മേഖലകളിൽ വിജയിച്ചാലും കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടാൽ, മോറൽ ലൈഫിൽ പരാജയപ്പെട്ടാൽ അമ്പയെ പരാജയപ്പെട്ടു. ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങനെ എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാർക്ക് ജനിച്ച് വളർത്തപ്പെട്ട് ആ ദൈവിക കൃപയിൽ തന്നെ പരിചയിച്ചവരും അങ്ങനെ നിൽക്കുന്നവരുമാണ്. അവരെക്കുറിച്ച് എനിക്കൊരു ആശങ്കയുടെ ആവശ്യം പോലും കാണുന്നില്ല. എങ്കിലും ഒരു സദ്വർത്തമാനം കൂടെ പറയട്ടെ. ഒരു പ്രവചനം, നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തു. 2011 കയറിയത് കൊണ്ടല്ല. ഞാൻ നോക്കുമ്പോൾ എല്ലാ ദിശകളിൽ നിന്നും, എല്ലാ കാഴ്ചപ്പാടുകളിൽ നിന്നും ഭൂവാനങ്ങളെല്ലാം മൂക ഭാഷയിൽ ഒരുപോലെ വിളിച്ചു പറയുന്നു, തിങ്സ് ആർ അറ്റ് ഹാൻഡ്. കാര്യങ്ങൾ ആസന്നമായിരിക്കുന്നു. നമ്മൾ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും ഈ ദുഷ്ട വ്യവസ്ഥിതിയെ തച്ചുടച്ച് തികച്ചും പുത്തനായൊരു വ്യവസ്ഥിതിയെ ഇതിൻ്റെ സ്ഥാനത്ത് നിർമ്മിക്കുവാൻ, സകലവും പുതുതാക്കുവാൻ ഉള്ള സമയം ആസന്നമായിരിക്കുന്നു. അതുവരെ കർത്താവ് നമ്മളെ വരമേൽപ്പിച്ച ദൗത്യം ഭംഗിയായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാം ശ്രമിക്കണം. ഈ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടെ ഒരു നിമിഷം പറഞ്ഞ് നിർത്തട്ടെ. കാനാവിലെ കല്യാണ വിരുന്നിനുള്ള ബന്ധത്തിൽ അവിടെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് പലപ്പോഴും സൺഡേ സ്കൂളിൽ ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെയും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സമയം വരെ ഞാനും അത് തെറ്റായി ധരിച്ചിരുന്നു. വെള്ളം വീഞ്ഞാക്കിയതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്നാണ് ഇന്നും പലരും പഠിപ്പിക്കുന്നത്. റൗണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ പോയി വായിച്ചു നോക്കൂ. അവിടെ നടന്ന അത്ഭുതം വെള്ളം വീഞ്ഞാക്കിയതല്ല. യേശു അതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. അടയാളമാണ് അവിടെ നടത്തിയത്. ഒരു ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ അതേ ബോർഡ്, സൈൻ ബോർഡ് ആ സ്ഥാപനമല്ല. അവിടെ യേശു അടയാളങ്ങളുടെ ആരംഭമായിട്ടാണ് വെള്ളം വീഞ്ഞാക്കിയത്. അവിടെ നടന്ന അത്ഭുതം എന്താണെന്ന് കേൾക്കണമോ? അവന്റെ മഹത്വം വെളിപ്പെട്ടു. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതാണ് അത്ഭുതം. യേശുവിന്റെ മഹത്വം വെളിപ്പെട്ടതാണ് അത്ഭുതം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭൗതികമായി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നേടിയാലും അതൊക്കെ ഒരു സൈൻ ബോർഡ് ആയിരിക്കട്ടെ. അവിടുത്തെ മഹത്വം, കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക എന്നുള്ളതായിരിക്കട്ടെ. നിങ്ങളോട് അടുക്കുന്ന ഒരൊറ്റ വ്യക്തിക്കെങ്കിലും കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുപലകയായി നിങ്ങളുടെ ജീവിതം തീരുമെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലി. ഒരല്പം ബുദ്ധിമുട്ടിയെങ്കിലും ഞാനിവിടെ കടന്നു വരുവാനിടയായി. വരാതിരിക്കാൻ എനിക്ക് ഒത്തിരി ന്യായങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നില്ല. എങ്കിലും ഞാൻ വളരെ സന്തുഷ്ടനാണ്. ദൈവം നമ്മളെല്ലാവരെയും ആ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കട്ടെ. അതുവരെ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയവും ഭൗതികമായ സകല നന്മകളും ദൈവത്തിൻ്റെ പരിശുദ്ധ റുഹ അനവധിയായി ദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട കാനോച്ചനിലൂടെ കേട്ടതായ അനുഗ്രഹീതമായ വചനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ടുപാടും. അതിനുശേഷം വചന ശുശ്രൂഷയും വിവാഹ ശുശ്രൂഷയ്ക്കായി കർത്താവിൽ പ്രിയ പാസ്റ്റർ ജി വർഗീസ് തുടർന്നുള്ള ശുശ്രൂഷകൾ. പകരം നൽകാൻ
എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. പകരം നൽകാൻ നന്ദി മാത്രം. നന്ദി യേശുവേ, നന്ദി യേശുവേ. പകരം നൽകാൻ നന്ദി മാത്രം. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. പകരം നൽകാൻ നന്ദി മാത്രം. നന്ദി യേശുവേ, നന്ദി യേശുവേ. പകരം